ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ഗുജറാത്തിൽ 52,250 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 110ാം പതിപ്പ് ഇന്ന്. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. പട്ടികജാതി വിഭാഗങ്ങളുടെ തൊഴിൽ സംരംഭങ്ങൾക്ക് 100% സബ്സിഡി അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം മേഘാലയയെ നേരിടും. വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ UP വോറിയേഴ്സിനെതിരെ RCBക്ക് വിജയം. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ ദ്വാരകയിലും രാജ്കോട്ടിലും 52,250 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. ബേഡ് ദ്വാരകയെയും ഓഖ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതുവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്ന് രാവിലെ ദ്വാരക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ദ്വാരകയിൽ 4,150 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സുദർശൻ സേതു തുറന്നുകൊടുക്കുന്നതോടെ ദ്വാരകയിലെത്തുന്ന തീർത്ഥാടകർക്ക് ബോട്ടിനെ ആശ്രയിക്കേണ്ടി വരില്ല. 2.32 കിലോമീറ്റർ നീളമുള്ള പാലം 980 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. വാദിനാറിലെ പൈപ്പ് ലൈൻ പദ്ധതിയും ഗുജറാത്തിലെ 3 റെയിൽ വൈദ്യുതീകരണ പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. NH 927ന്റെ ധോരാജി ജംഖണ്ഡോർണ കലവാദ് ഭാഗത്തിന്റെ വീതി കൂട്ടൽ, ജാംനഗറിലെ റീജിയണൽ സയൻസ് സെന്റർ എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. വൈകുന്നേരം രാജ്കോട്ടിൽ നടക്കുന്ന ചടങ്ങിൽ 48,100 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്കോട്ട്, ബത്തിന്ദ, റായ്ബറേലി, കല്യാണി, മംഗലഗിരി എന്നിവിടങ്ങളിലെ 5 എയിംസ് ആശുപത്രികളും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പഞ്ചാബിലെ സംഗ്രൂരിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സാറ്റലൈറ്റ് സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സാറ്റലൈറ്റ് സെന്ററുകൾ പ്രാവർത്തികമാകുന്നതോടെ പഞ്ചാബിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാകും. 449 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കേന്ദ്രത്തിൽ 300 പേരെ കിടത്തി ചികിത്സിക്കാൻ കഴിയും. ഫിറോസ്പൂരിൽ PGIMERന്റെ മറ്റൊരു സാറ്റലൈറ്റ് സെന്ററിന്റെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ഇന്ന്. പരിപാടിയിൽ പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും രാവിലെ 11 മണിക്ക് മൻ കി ബാത്ത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക പരിഭാഷകളുമുണ്ടാകും. ആന്ധ്രാപ്രദേശിലെ മംഗലഗിരിയിൽ സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. എയിംസിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ആന്ധ്രാപ്രദേശ് ഗവർണർ S. അബ്ദുൾ നസീർ, കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ, പ്രൊഫസർ SP സിംഗ് ബാഗേൽ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മന്ത്രി വീണ ജോർജും ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുക്കും. കാക്കനാട് അനലിറ്റിക്കൽ ലബോറട്ടറിയിലും കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലുമാണ് മൈക്രോബയോളജി ലാബുകൾ ഒരുക്കിയിട്ടുള്ളത്. മുംബൈയിൽ ബിറ്റ്സ് പിലാനിയുടെ അത്യാധുനിക ക്യാമ്പസ് ഇന്നലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾക്ക് ബിറ്റ്സ് സ്ഥാപനങ്ങളിൽ നിന്ന് ഏറെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ബിറ്റ്സ് ഇന്ത്യയിൽ 6,400 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അതിൽ 13 യൂണിക്കോണുകളും 2 ഡെക്കാക്കോണുകളുമാണെന്നും മന്ത്രി പറഞ്ഞു. ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ ബജറ്റിൽ സൃഷ്ടിച്ച 1 ലക്ഷം കോടി രൂപയുടെ സഞ്ചിത നിധിയുടെ പ്രയോജനം നേടണമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവരോട് അഭ്യർത്ഥിച്ചു. ലഡാക്കിന് സംസ്ഥാന പദവി ഉൾപ്പെടെ 4 ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഡാക്കിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ നേതാക്കൾ സംതൃപ്തി രേഖപ്പെടുത്തി. ലഡാക്കിന് ഭരണഘടനയുടെ 6ാം പട്ടിക അനുശാസിക്കുന്ന പ്രത്യേക പരിഗണന, പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ, റിക്രൂട്ട്മെന്റിലും പ്രമോഷനുകളിലും പ്രായപരിധി ഇളവ് തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്താമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉറപ്പിലാണ് ചർച്ച ഇന്നലെ അവസാനിച്ചത്. ലഡാക്കിലെ നേതാക്കളും കേന്ദ്രവും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചയാണ് ഇന്നലെ നടന്നത്.
ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ ഈ മാസം 17-18 തീയതികളിൽ നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷ റദ്ദാക്കി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അടുത്ത 6 മാസത്തിനുള്ളിൽ പരീക്ഷ വീണ്ടും നടത്തും. പരീക്ഷയുടെ വിശ്വാസ്യതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ കസ്ഗഞ്ചിലുണ്ടായ ട്രാക്ടർ ട്രോളി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയുണ്ടായ അപകടത്തിൽ 8 കുട്ടികളും 13 സ്ത്രീകളും ഉൾപ്പെടെ 23 പേരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ട്രാക്ടർ ട്രോളി നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പട്ടികജാതി വിഭാഗങ്ങളുടെ തൊഴിൽ സംരംഭങ്ങൾക്ക് വായ്പാ ബന്ധിതമല്ലാതെ 100% സബ്സിഡി അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നിലവിൽ പട്ടികജാതി വിഭാഗത്തിലെ സംരംഭകർക്ക് ബാങ്ക് വായ്പയുടെ 1/3 സബ്സിഡി എന്ന നിരക്കിൽ പരമാവധി 1 ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട്. ഇതോടൊപ്പം മറ്റ് ദുർബല വിഭാഗങ്ങൾക്ക് കൂടി കൂടുതൽ ആകർഷകമായ രീതിയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം കളത്തിലിറങ്ങും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന കളിയിൽ മേഘാലയയാണ് കേരളത്തിന്റെ എതിരാളികൾ. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാവിലെ 10 സർവീസസ് ഗോവയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 അരുണാചൽ പ്രദേശ് അസാമുമായി ഏറ്റുമുട്ടും. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് UP വോറിയേഴ്സിനെ 2 റൺസിന് പരാജയപ്പെടുത്തി. 158 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UPക്ക് 20 ഓവറിൽ 7 വിക്കറ്റിന് 155 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 353 റൺസിനൊപ്പമെത്താൻ ഇന്ത്യയ്ക്ക് ഇനി 134 റൺസ് കൂടി വേണം. തിരുവനന്തപുരം നഗരത്തെ ഭക്തിസാന്ദ്രമാക്കിയ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് രാവിലെ 10:30 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. സുരക്ഷയൊരുക്കാൻ ക്ഷേത്രത്തിലും നഗരത്തിലുമായി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. KSRTC പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 3000-ഓളം ശുചീകരണ തൊഴിലാളികളെയും 500-ഓളം വോളണ്ടിയർമാരെയും സജ്ജരാക്കിയിട്ടുണ്ട്. രാജ്യത്തെ വികസനത്തിന്റെ കാര്യത്തിൽ നയിച്ചത് മാത്രമല്ല, വിവേചനരഹിതമായി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മികച്ച നേട്ടമാണെന്ന് മുൻ BJP ദേശീയ ജനറൽ സെക്രട്ടറിയും മധ്യപ്രദേശ് സംസ്ഥാന നഗരവികസന ഭവന മന്ത്രിയുമായ കൈലാസ് വിജയവർഗീയ അഭിപ്രായപ്പെട്ടു. NDA നടത്തുന്ന കേരള പദയാത്ര എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രതിഷേധങ്ങളുടേത് എന്ന പേരിൽ നിർമ്മിത ബുദ്ധി വഴി വ്യാജമായി സൃഷ്ടിച്ച ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ ഉറവിടം പരിശോധിക്കണമെന്ന് PIB പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചൈനയിൽ നാൻജിങ് നഗരത്തിന് സമീപം ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. 40-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിടത്തിന്റെ 1ാം നിലയിൽ ഇലക്ട്രിക് ബൈക്കുകൾ സൂക്ഷിച്ചിരുന്ന ഭാഗത്തു നിന്നാണ് തീപിടുത്തമുണ്ടായത്. കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായി നാൻജിങ് മേയർ അറിയിച്ചു. കേന്ദ്ര യുവജന കായിക മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് സംഘടിപ്പിക്കുന്ന നാഷണൽ യൂത്ത് പാർലമെന്റിൽ കാസിസ് മുകേഷ്, അഞ്ജന B, ആനന്ദ് റാം P എന്നിവർ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. നെഹ്റു യുവകേന്ദ്ര സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിൽ വിജയികളായ 3 പേർക്കാണ് പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം. തായ്വാന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സംഘടനകളിലെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നതിനുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വിക്ടോറിയ ന്യൂലൻഡും യൂറോപ്യൻ യൂണിയൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസസ് സെക്രട്ടറി സ്റ്റീഫാനോ സാനിനോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രസ്താവന. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്തിൽ 52,250 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 110ാം പതിപ്പ് ഇന്ന്. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. പട്ടികജാതി വിഭാഗങ്ങളുടെ തൊഴിൽ സംരംഭങ്ങൾക്ക് 100% സബ്സിഡി അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം മേഘാലയയെ നേരിടും. വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ UP വോറിയേഴ്സിനെതിരെ RCBക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.